ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് വിലക്കാനാകില്ലെന്ന് അമിക്കസ് ക്യൂറി. ഭരണഘടനാ പ്രകാരം സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്നും അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ. ലിംഗസമത്വം ഭരണഘടനാ വ്യവസ്ഥയാണെന്ന് സുപ്രീംകോടതി വിലയിരുത്തി. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയാണ് അമിക്കസ് ക്യൂറിയുടെ നിരീക്ഷണങ്ങൾ, വിശദാംശങ്ങൾ? അഞ്ജു, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട അമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രന്റെ വാദം കേൾക്കുന്നതിനിടെയാണ് സുപ്രീം കോടതി ചില നിർണായകമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നത് തടയാനാകില്ല, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ലിംഗസമത്വം ഉറപ്പാക്കുന്നുണ്ട്, അതിനാൽ തന്നെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നുകൂടിയായിരുന്നു അമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രൻ സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചത്. ഈ വാദം കേൾക്കുന്നതിനിടെയായിരുന്നു ചില നിർണായക പരാമർശങ്ങൾ കോടതി തന്നെ വ്യക്തമാക്കിയത്. ലിംഗസമത്വം ഭരണഘടനാ വ്യവസ്ഥയിൽ ഉറപ്പ് നൽകുന്ന കാര്യം തന്നെയാണെന്ന് കോടതി ആവർത്തിക്കുകയുണ്ടായി. മാത്രമല്ല, ഒരു മതവിഭാഗത്തിനായി മാത്രം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ആചാരങ്ങൾക്കായി മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിൽ ഇളവ് അനുവദിക്കാനാകില്ല എന്നും സുപ്രീം കോടതി ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. ശബരിമല ഒരു കുടുംബക്ഷേത്രമല്ല, പൊതുക്ഷേത്രമാണ്. അതിനാൽ തന്നെ ഈ ഭരണഘടനയിലെ വ്യവസ്ഥകളെല്ലാം ബാധകമാണെന്നും ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇതൊരു അവകാശമാണ്. ഈ അവകാശങ്ങൾ സ്ത്രീകൾക്കും ഒപ്പം ലിംഗസമത്വത്തിനുമുള്ള അവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 25, 26 വകുപ്പുകൾ പ്രകാരം ഈ ഇത്തരത്തിലുള്ള ഒരു വിലക്ക് ഭരണഘടനാപരമായി നിലനിൽക്കുന്നില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അഞ്ജു, മനു, സ്ത്രീകളെ വിലക്കാനാകില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് സുപ്രീം കോടതി എത്തുമ്പോൾ ഉടനടി സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ അമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാജു രാമചന്ദ്രൻ ഇത്തരത്തിലൊരു അനുകൂല നിലപാട്, ഇത്തരത്തിലൊരു വാദം സുപ്രീം കോടതി മുൻപാകെ വച്ചൊരു സാഹചര്യത്തിൽ തുടക്കം മുതലേ ഈ വാദം കേൾക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലൊരു അനുകൂല നിലപാട് തന്നെയാണ് സുപ്രീം കോടതി മുൻപോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നത്. ദേവനെ കാണാനാകുമെങ്കിൽ കാണാനുള്ള അവകാശം സ്ത്രീകൾക്കുണ്ട്. ദർശന സ്വാതന്ത്ര്യം, ഭക്തി സ്വാതന്ത്ര്യം എല്ലാം ഭരണഘടനയിൽ അനുവർത്തിക്കുന്നുണ്ടെന്നും ഹിന്ദു മതപ്രകാരം ഇത്തരത്തിൽ പുരുഷനും സ്ത്രീക്കും വ്യത്യസ്ത രീതിയിൽ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നില്ലെന്നുമായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. അതിനാൽ തന്നെ ഈ അനുകൂലം ഒരു നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചേക്കുമെന്നാണ് അറിയുന്നത്. വെള്ളിയാഴ്ച രാജു രാമചന്ദ്രൻ തന്നെ കൂടുതൽ വാദം കേൾക്കുന്നുണ്ട്. ഇതിനുശേഷം അമിക്കസ് ക്യൂറിമാരിൽ മറ്റൊരാളായ രാമമൂർത്തിയുടെ കൂടി വാദം കേൾക്കും. ഇതിനുശേഷമാകും സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിലപാട് അറിയിക്കുക. അഞ്ജു, മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ സ്ത്രീകളെ വിലക്കാനാകില്ല എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയിരിക്കുന്ന വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിജയ് മല്യയ്ക്ക് ജാമ്യമില്ലാ വാറണ്ട്. മുംബൈ പ്രത്യേക കോടതിയുടേതാണ് വാറണ്ട്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിവരങ്ങൾ. അഞ്ജു, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് സാമ്പത്തിക തട്ടിപ്പ് കേസ് പരിശോധിക്കുന്ന മുംബൈയിലെ പ്രത്യേക കോടതി വ്യവസായി വിജയ് മല്യക്കെതിരെ ജാമ്യമില്ലാത്ത വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 3 തവണ ഹാജരാകണമെന്ന് നോട്ടീസ് അയച്ചിട്ടും വിജയ് മല്യ ഹാജരായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കണമെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. എന്നാൽ വിജയ് മല്യയുടെ അഭിഭാഷകൻ അമിത് ദേശായി കോടതിയിൽ ഇത് എതിർത്തു. കാരണം കിങ്ഫിഷർ എയർലൈൻസിന്റെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടില്ലെന്നും കിങ്ഫിഷർ എയർലൈൻസിന്റെ പേരിലെടുത്ത ലോണുകൾ 2009, 2010 ഓഡിറ്റ് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ സാമ്പത്തിക തട്ടിപ്പായി കണക്കാക്കാൻ കഴിയില്ല എന്നുമാണ് വിജയ് മല്യയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വാറണ്ട് നിലനിൽക്കുന്നത് അല്ല എന്നും അമിത് ദേശായി വാദിക്കുകയുണ്ടായി. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയ കാര്യം, ഈ കിങ്ഫിഷർ എയർലൈൻസിന്റെ പേരിൽ IDBI ബാങ്കിൽ നിന്നും എടുത്ത, മുംബൈയിലെ IDBI ബാങ്കിൽ നിന്നും എടുത്ത 900 കോടിയോളം രൂപ വകമാറി ചെലവഴിച്ചിട്ടുണ്ടെന്നും ഇതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടെന്നും ഈ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഈ തെളിവുകൾ വെച്ചിട്ടും ഈ തട്ടിപ്പ് കേസിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും വിജയ് മല്യ ഹാജരാവാൻ തയ്യാറായിട്ടില്ല. വിദേശത്തേക്ക് കടന്നു കളയുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കണമെന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യമാണ് മുംബൈയിലെ പ്രത്യേക കോടതി അംഗീകരിച്ചത്. അഞ്ജു, വിജയ് മല്യയ്ക്ക് അറസ്റ്റ് വാറണ്ട്. എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷ. 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തം. 2 പ്രതികൾക്കും 63 ലക്ഷം രൂപ വീതം പിഴയും അടയ്ക്കണം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. സ്വന്തം കുഞ്ഞിനേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയെ ക്രൂരമായി കൊന്ന കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും
ഭർത്തൃമാതാവിനെയും 3.5 വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെയും ക്രൂരമായി കൊന്ന അനുശാന്തി മാതൃത്വത്തിന് അപമാനമെന്നും കോടതി വിലയിരുത്തി. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 1-2 പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത്. തുടർന്ന് ഇരുവരുടെയും വാദം കേട്ട ശേഷം കോടതി അന്തിമ വിധി പറയുന്നതിലേക്ക് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. നിഷ്കളങ്കയായ പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ 4 വയസ്സുള്ള കുട്ടിയുടെ ജീവിതം മുളയിലെ നുള്ളിയെറിഞ്ഞ കുറ്റവാളി, കാമപൂർത്തീകരണം ലക്ഷ്യമിട്ട് നടത്തിയ കൊലപാതകത്തിന്റെ ഉടമ, മൃഗീയമായ കൊലയാളി എന്നിങ്ങനെ 1-ാം പ്രതി നിനോ മാത്യുവിനെ വിശേഷിപ്പിച്ചാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസി വിധി പ്രസ്താവിച്ചത്. നിരാലംബയായ സ്ത്രീയെ 14 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ നിനോ മാത്യു സൗദി അറേബ്യയിലെ ഏത് സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന് കഴുകിയാലും പാപക്കറ മായുകയില്ലെന്നും ജഡ്ജി പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ ഈ കേസിൽ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നുമില്ലെന്നും ജഡ്ജി വിധിക്കുകയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാർ, 1-ാം പ്രതിക്ക് അദ്ദേഹത്തിന് മരണം വരെ തൂക്കിക്കൊല്ലാനാണ് ഒന്നാം പ്രതിയെ കോടതി വിധിച്ചിരിക്കുന്നത്, ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതുപോലെ 2-ാം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജീവപര്യന്തം തടവും. വധശിക്ഷയ്ക്ക് പുറമെ വിവിധ കേസുകളിൽ ജീവപര്യന്തവും 63.5 ലക്ഷം രൂപ പിഴയും നിനോ മാത്യുവിന് കോടതി വിധിച്ചു. മാതൃത്വത്തിന് തന്നെ അപമാനമാണ് അനുശാന്തി എന്ന പരാമർശത്തോടെയായിരുന്നു അനുശാന്തിക്കുള്ള ശിക്ഷാവിധിയിലേക്ക് ജഡ്ജി കടന്നത്. മകളുടെ കൊലപാതകത്തിന് കൂട്ടുനിന്ന കൊലപാതകം നടത്താൻ പങ്കാളിയായ അനുശാന്തിക്ക് സ്ത്രീ എന്ന പരിഗണന നൽകിയും അനുശാന്തിയുടെ ശാരീരിക ബുദ്ധിമുട്ട് കണക്കിലെടുത്തുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കുന്നതെന്ന് ജഡ്ജി വ്യക്തമാക്കി. വിവിധ വകുപ്പുകളിൽ 17 വർഷം തടവ് ശിക്ഷ വേറെയും അനുശാന്തിക്കുണ്ട്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി പറഞ്ഞു. കൂടാതെ അനുശാന്തിക്ക് 63.5 ലക്ഷം രൂപ പിഴയായും കോടതി വിധിയിലുണ്ട്. എന്നാൽ നിർവികാരതയോടെയാണ് കോടതി വിധി ഇരുവരും കേട്ടത്. പ്രതികളിൽ നിന്ന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയിൽ 50 ലക്ഷം രൂപ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും 30 ലക്ഷം രൂപ ലിജീഷിന്റെ പിതാവ് തങ്കപ്പൻ ചെട്ടിയാർക്കും നൽകണമെന്നും കോടതി വിധിയിൽ പറയുന്നു. അതേസമയം വിധിയിൽ സന്തോഷമുണ്ടെന്ന് കേസിലെ പ്രധാന സാക്ഷി കൂടിയായ ലിജീഷ് പറഞ്ഞു. ഈ വിജയത്തിന് പുറകിൽ പ്രവർത്തിച്ച ആറ്റിങ്ങൽ DYSP ആയിരുന്ന പ്രതാപൻ സാർ, സത്യസന്ധമായ അന്വേഷണം നടത്തിയ CI അനിൽകുമാർ സാർ, ഈ വിജയം പൂർത്തീകരിച്ച പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് കുമാർ സാർ, ഇവരോട് എനിക്കും എൻ്റെ കുടുംബത്തിനും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം നിനോ മാത്യുവിനെ സെൻട്രൽ ജയിലിലേക്കും അനുശാന്തിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും കൊണ്ടുപോയി. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകം നടന്ന് 2 വർഷവും 2 ദിവസവും പിന്നിട്ട വേളയിലാണ് പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചത്. മോഷണ ശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് ആദ്യം തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളെ അന്നു തന്നെ പിടികൂടാൻ കഴിഞ്ഞത് നേട്ടമായി. ആറ്റിങ്ങൽ ഇരട്ട കൊലപാതകത്തിന്റെ നാൾ വഴിയിലേക്ക്. അമ്മുമ്മയെയും ചെറുമകളെയും മോഷ്ടാക്കൾ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തി. 2014 ഏപ്രിലിൽ നാടിന് നടുക്കിയ ഇരട്ടക്കൊലപാതക വാർത്ത ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസായി ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു. എന്നാൽ വധശ്രമത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ലിജീഷ് പോലീസിന് കൊലപാതകയെപ്പറ്റി മൊഴി നൽകിയതോടെ ഇരട്ടക്കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. പാസ്പോർട്ടുമായി വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ സ്വന്തം ഫ്ളാറ്റിന് താഴെ നിന്ന് പോലീസ് കൊലപാതകയായ നിനോ മാത്യുവിനെ പിടികൂടി. കൊലപാതകത്തിന് എല്ലാ ഒത്താശയും ചെയ്ത അനുശാന്തിയും അന്ന് തന്നെ അറസ്റ്റിലായതോടെ അന്വേഷണത്തിന്റെ ആദ്യ കടമ്പ കഴിഞ്ഞു. 83 ദിവസം നീണ്ടുനിന്ന അന്വേഷണത്തിന് ശേഷം 2014 ജൂലൈ 11 അന്വേഷണ ഉദ്യോഗസ്ഥൻ M. അനിൽകുമാർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2015 ഒക്ടോബർ 12 കേസിന്റെ വിചാരണ ആരംഭിച്ചു. ഇതിനിടയിൽ അനുശാന്തിക്ക് ഹൈക്കോടതി ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിച്ചു. 6 മാസത്തെ വിചാരണയ്ക്കിടെ 83 രേഖകളും 47 തൊണ്ടിമുതലുകളും 49 സാക്ഷികളെയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. അനുശാന്തിയും നിനോ മാത്യുവും തമ്മിലുള്ള വഴിവിട്ട ദൃശ്യങ്ങളും കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാനായി വാട്സപ്പ് വഴി അയച്ചു കൊടുത്ത വഴിയുടെ ദൃശ്യങ്ങളും കേസിലെ മുഖ്യ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. ഇതുവഴി ഇരുവരും തമ്മിലുള്ള ഗാഢബന്ധവും കൊല ആസൂത്രണം ചെയ്തതിലെ പങ്കും സംശയാതീതമായി തെളിയിക്കാനായി. നാടിന് നടുക്കിയ ആറ്റിങ്ങൽ കൊലപാതകത്തിന് 2 വർഷം തികയുന്ന അതേ വേളയിലാണ് പ്രതികൾക്കുള്ള ശിക്ഷയും കോടതി വിധിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തയിലേക്ക്. എക്സൈസ് അസോസിയേഷൻ നേതാവിന്റെ ഭീഷണിയെ തുടർന്ന് അധ്യാപകൻ ജീവൻ ഒടുക്കി. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പവിഴചന്ദ്രൻ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. എക്സൈസ് അസോസിയേഷൻ നേതാവ് TS ബൈജുവിന്റെ നിരന്തര ഭീഷണി മൂലമാണ് മരിക്കുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരോപിക്കുന്നു. ഇതിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. ഇന്നലെ രാവിലെയാണ് ചവറയിലെ വാടക വീട്ടിൽ പവിഴചന്ദ്രൻ പിള്ളയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്.
തന്റെ ഭാര്യയുടെ കാമുകനായ TS ബൈജുവും ശിവകുമാറും തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്നും പവിഴചന്ദ്രന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇവന്റെ ഭാര്യയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തോ ബൈജു ശിവകുമാറും അവരുടെ നമ്പരും ടെലിഫോൺ നമ്പറും എല്ലാം വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അവന്റെ മരണകാരണം അവരാണെന്ന് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് TS ബൈജു പവിഴചന്ദ്രനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് KSTA ആരോപിച്ചു. സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് KSTയുടെ അഭിപ്രായം. ജീവിക്കാനുള്ള കൊതി ബാക്കി വെച്ചിട്ടാണ് താൻ പോകുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പവിഴചന്ദ്രൻ പിള്ള പറയുന്നു. മാനസികമായി പീഡിപ്പിച്ചവരുടെ മൊബൈൽ നമ്പറുകളും കത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പവിഴചന്ദ്രന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടികളുമായി മുമ്പോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. PSC പരീക്ഷകളിൽ മലയാളം ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ ഉറപ്പു നൽകാനാകില്ലെന്ന് PSC ചെയർമാൻ. മലയാളത്തെ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം PSC ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയ സാംസ്കാരിക നായകന്മാർക്ക് നേരെ കയ്യേറ്റം. മലയാളത്തെ PSC തഴയുകയാണെന്നാരോപിച്ച് ധർണ നടത്തിയ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചെയർമാനെ കാണണമെന്നാവശ്യപ്പെട്ടു. ഇത് നിരാകരിച്ച സെക്യൂരിറ്റിക്കാർ പ്രൊഫസർ മധുസൂദനൻ നായരെയും KP രാമനുണ്ണിയെയും മർദ്ദിക്കുകയായിരുന്നു. തടയാനെത്തിയവരെയും സെക്യൂരിറ്റിക്കാർ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു. മദ്യനയത്തിൽ വെള്ളം ചേർത്ത് സർക്കാർ. പുതിയതായി 6 ബാറുകൾക്ക് കൂടി സർക്കാർ അനുമതി നൽകി. 5 സ്റ്റാറായി ഉയർത്തിയ ശേഷമാണ് 4 ബാറുകൾക്ക് അനുമതി നൽകിയത്. അതേസമയം ലൈസൻസ് അനുവദിച്ചത് നയത്തിന്റെ ഭാഗമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം സുപ്രീം കോടതി ശരിവച്ചതിനു ശേഷവും പുതിയ ബാറുകൾ അനുവദിച്ചതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ 6 5 സ്റ്റാർ ബാറുകൾക്കാണ് പുതുതായി ലൈസൻസ് നൽകിയത്. എറണാകുളം ജില്ലയിലെ മരടിൽ ക്രൗൺ പ്ലാസ, ആലുവയിൽ ഹോട്ടൽ ഡയാന ഹൈറ്റ്സ്, ആലപ്പുഴയിൽ ഹോട്ടൽ റമദ അലപ്പി, തൃശൂരിൽ ജോയ്സ് പാലസ്, വയനാട്ടിൽ വൈത്തിരി വില്ലേജ് റിസോർട്ട്, നെടുമ്പാശ്ശേരിയിൽ സാജ് എർത്ത് റിസോർട്ട് എന്നിവയ്ക്കാണ് അനുമതി. ഇതിൽ 4 ഹോട്ടലുകളുടെ പദവി 3 സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാറായി ഉയർത്തിയിട്ടുണ്ട്. ഇതിന്റെ മറവിലാണ് ബാർ ലൈസൻസ്. തൃശൂരിലെ ജോയ്സ് പാലസിന് കോർപ്പറേഷൻ ബാർ അനുമതി നൽകിയിട്ടില്ല. ഇതിനു മുൻപാണ് സർക്കാർ നടപടി. ബാറുകൾ അടച്ചുപൂട്ടിയതിനു ശേഷം 2015 ജനുവരിയിൽ കഠിനംകുളം ലേക്ക് പാലസിനും ചേർത്തലയിലെ വസുന്ധര റിസോർട്ടിനും ബാർ ലൈസൻസ് നൽകിയിരുന്നു. ഇതോടെ സംസ്ഥാനത്ത് ബാറുകളുടെ എണ്ണം 22-ൽ നിന്ന് 30-ആയി ഉയർന്നു. 5 സ്റ്റാർ പദവിക്ക് അപേക്ഷ നൽകിയ 10 ഹോട്ടലുകൾ കൂടി ബാർ ലൈസൻസ് അനുവദിക്കാൻ നീക്കം നടന്നതായും സൂചനയുണ്ട്. സർക്കാരിന്റെ മദ്യനയം അനുസരിച്ച് 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കാമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കുമെന്ന് നയത്തിൽ തന്നെയുണ്ട്. 5 സ്റ്റാർ കൊടുക്കും. എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല. അത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് ലൈസൻസ് കൊടുക്കുന്നത്. 5 സ്റ്റാർ പിന്നെ ഈ നമ്മുടെ നയത്തിൻ്റെ ഭാഗമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം, കണ്ണൂർ. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ കൊല്ലം ജില്ലാ കളക്ടറെ പ്രതിക്കൂട്ടിലാക്കാൻ സർക്കാർ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. സർക്കാർ നടപടി അപലപനീയമെന്നും കളക്ടർക്കെതിരെ അന്വേഷണം നടത്താനുള്ള തീരുമാനം സർക്കാർ ഗൂഢാലോചനയെന്നും VS പറഞ്ഞു. ക്രൈംബ്രാഞ്ച് നീക്കം പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെള്ളപൂശാനെന്നും VS പ്രസ്താവനയിൽ വ്യക്തമാക്കി. പരവൂർ വെടിക്കെട്ട് അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 117 കോടി രൂപ കേന്ദ്രം സഹായം തേടുമെന്നും കൃത്യമായി കണക്കുകൾ നൽകാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സാമ്പത്തിക സഹായം ഉൾപ്പെടെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് നടപടി വേണം എന്നാവശ്യപ്പെടുന്നത്. അത് സംബന്ധിച്ച് എൻ്റെ കത്ത് ഇന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഡൽഹിയിൽ പോയി കൊടുക്കുന്നതായിരിക്കും. പ്രധാനമന്ത്രിയുടെയും മറ്റ് VIP-മാരുടെയും സന്ദർശനം സംബന്ധിച്ച് ചില വാർത്തകൾ പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളെ വളച്ചൊടിച്ചാണ് ആ പ്രശ്നം വന്നിരിക്കുന്നത്. ദേശീയ നേതാക്കൾ വന്നതിനെ സംസ്ഥാന ഗവൺമെന്റ് സ്വാഗതം ചെയ്യുകയാണ്. പരവൂർ വെടിക്കെട്ട് അപകടത്തിൽ 3 തൊഴിലാളികൾ കൂടി അറസ്റ്റിലായി. സജി, അജി, സൈജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 21ആയി. അതേസമയം അന്വേഷണ സംഘം ചാത്തന്നൂർ CIയുടെയും SIയുടെയും മൊഴി രേഖപ്പെടുത്തി. RSSും മുസ്ലിം ലീഗും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായ മുഹസീന കിദ്വായി.
സ്വാതന്ത്ര്യ സമര സമയത്ത് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ജിന്നയുടെ ലീഗ് ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് മൊഹസീന കിത്വായി പറഞ്ഞു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് ലക്നൌവിൽ നടന്ന പരിപാടിയിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്തിന്റെ വിമർശനം. RSSും BJPയും രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ടകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം മൊഹസീന കിദ്വായി മുസ്ലിം ലീഗിന്റെയും RSSന്റെയും പ്രവർത്തനങ്ങളെ താരതമ്യം ചെയ്തത്. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തെ വിഭജിക്കുന്നതിലായിരുന്നു മുഹമ്മദ് അലി ജിന്ന നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇപ്പോഴാകട്ടെ RSS ചെയ്യുന്നതും ഇതേ കാര്യം തന്നെ. RSS ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിം ലീഗും RSSും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് മൊഹസീന കിദ്വായി പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത RSS ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ പൈതൃകം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സർദാർ വല്ലഭായ് പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവരെ സ്വന്തം നേതാക്കളായി ഇവർ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് മൊഹസീന കിദ്വായി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. 10 വർഷത്തിന് ശേഷം BJP ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായി മടങ്ങി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തിയ മുകുന്ദനെ സ്വീകരിക്കാൻ സംസ്ഥാന നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അവസരവാദ രാഷ്ട്രീയമല്ല ആദർശനത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി താൻ മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നതെന്നും മുകുന്ദൻ പ്രതികരിച്ചു. കോൺഗ്രസ് ലീഗ് BJP ബന്ധത്തിന്റെ ആരോപണത്തെ തുടർന്നാണ് 2006-ൽ PP മുകുന്ദൻ BJPയിൽ നിന്നും പുറത്തായത്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായതോടെയാണ് മുകുന്ദന് തിരിച്ചുവരവിന് കളമൊരുങ്ങിയത്. എന്നാൽ 10 വർഷത്തിനു ശേഷം BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തിരിച്ചെത്തിയ PP മുകുന്ദൻ അപമാനിതനായാണ് മടങ്ങിയത്. സംസ്ഥാന നേതാക്കൾ ആരും തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മാരാർജി ഭവനിൽ ഉണ്ടായിരുന്നില്ല. ഓഫീസ് സെക്രട്ടറിയോടുൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും വിട്ടുനിൽക്കാൻ സംസ്ഥാന നേതൃത്വം പറഞ്ഞതായാണ് സൂചന. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിനായതിനാലാണ് ഓഫീസിലെത്തിക്കാൻ സാധിക്കാത്തതെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണം. സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിവരുമ്പോൾ ആരും സ്വീകരിക്കേണ്ടതില്ല എന്നായിരുന്നു ഇതിൽ PP മുകുന്ദന്റെ മറുപടി. അവസരവാദ രാഷ്ട്രീയത്തിനുപരിയായി ആദർശത്തിന് പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് 10 വർഷമായി മറ്റൊരു പ്രസ്ഥാനത്തിന്റെയും ഭാഗമാകാതിരുന്നതെന്നും മുകുന്ദൻ പ്രതികരിച്ചു. അതേസമയം PP മുകുന്ദൻ പാർട്ടിയിൽ തിരിച്ചെത്തിയതിൽ ഭൂരിഭാഗം സംസ്ഥാന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. കോലിബി സഖ്യത്തിലൂടെ മുകുന്ദൻ BJPക്കുണ്ടാക്കിയത് തീരാകളങ്കമെന്ന അഭിപ്രായമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJPയിലേക്ക് മുകുന്ദന്റെ തിരിച്ചുവരവ് ദോഷം ചെയ്യുമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചതിനുശേഷം മാത്രമേ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങൂവെന്ന് വ്യക്തമാക്കിയാണ് PP മുകുന്ദൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പകൽപൂരത്തിന് സമാപനമായതോടെ തൃശൂർ പൂരത്തിന് കൊടിയിറങ്ങി. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥനു മുന്നിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ട പൂരാവേശത്തിന് സമാപനമായത്. അടുത്ത വർഷം മെയ് 5-നാണ് തൃശൂർ പൂരം. തലേ ദിവസത്തെ പൂരത്തിന്റെ ആവർത്തനമായിരുന്നു പകൽപൂരത്തിലും. തട്ടകക്കാരുടെ സ്വന്തം ആഘോഷമായ പകൽപൂരം കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. കുടമാറ്റത്തിന്റെ ചെറുപതിപ്പും പകൽ വെടിക്കെട്ടും പൂരപ്രേമികൾ ആഘോഷമാക്കി. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വടക്കുന്നാഥന് മുന്നിൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ 36 മണിക്കൂർ നീണ്ട പൂരാവേശത്തിന് സമാപനമായി. പൂരം കാണാനായതിന്റെ സംതൃപ്തിയിൽ കണ്ണും മനവും നിറഞ്ഞാണ് ഓരോ പൂരപ്രേമിയും മടങ്ങിയത്. അടുത്ത വർഷം മെയ് 5-നാണ് തൃശൂർ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അൽഷിഫ ആശുപത്രിയും എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹ വേദി ഒരുക്കി. ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷാജഹാൻ യൂസഫിന്റെ മകൾ ഷിഫയുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 പെൺകുട്ടികളുടെ വിവാഹം നടത്തിയത്. വിവാഹത്തിന്റെ പേരിൽ നടത്തുന്ന ധൂർത്തിനും അനാചാരങ്ങൾക്കുമെതിരായ സന്ദേശമാണ് ഈ പ്രവൃത്തിയെന്ന് ഷാജഹാൻ യൂസഫ് പറഞ്ഞു. അൽഷിഫ സാന്ത്വനം 2016 എന്ന പദ്ധതിയുടെ ഭാഗമായി ഇടപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു.